ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓണം റിലേറ്റഡ് വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് എനിക്ക് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ എൻ്റെ പേജിൽ ഉണ്ടാവണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് ഒരു ഡിസൈൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അല്ല, എന്നാലും ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിലൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് മുണ്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ ഞാനൊരു യോക്കിൻ്റെ അവിടെയായിട്ടൊരു എംബ്രോയ്ഡറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ യോക്ക് കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ ഒരു തീമിലാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്പരത്തിയുടെ ഒരു ഫ്ലവർ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം ഞാനിത് ന്യൂസ് പേപ്പറിലാണ് കട്ട് ചെയ്തെടുത്തത്. കാരണം എനിക്ക് ആ ഒരു കരഭാഗം നമ്മുടെ ആ ഒരു നെഞ്ചത്ത് ബെസ്റ്റിൻ്റെ അവിടെയായിട്ട് ആ കരഭാഗം കറക്റ്റായിട്ട് വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിലാണ് ആദ്യം കട്ട് ചെയ്തെടുത്തത്. അതിന് ശേഷമാണ് ക്ലോത്തിൽ കട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പെട്ടെന്ന് പറയാം. ഇതിൻ്റെ ഷോൾഡർ ഞാൻ എടുത്തേക്കുന്നത് ഒരു 6.5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തേക്കുന്നത്. ആം ഹോള് ഞാൻ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഞാൻ എടുത്തേക്കുന്നത് 7 ഇഞ്ചസാണ് ആം ഹോൾ എടുത്തേക്കുന്നത്. പിന്നെ ബെസ്റ്റ് എടുത്തേക്കുന്നത് 9 ആണ്, ഒരു മീഡിയം സൈസിലാണ്. പിന്നെ 1.5 ഇഞ്ചാണ് സീം അലവൻസ് ഞാൻ എടുത്തേക്കുന്നത്. വേസ്റ്റ് 7.5, 1.5 ഇഞ്ച് സീം അലവൻസ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് ഇറക്കം എടുത്തേക്കുന്നത് 2 ഇഞ്ചാണ്. പിന്നെ വൈഡ് എടുത്തേക്കുന്നത് ഒരു 4 ഇഞ്ചാണ് വൈഡ് എടുത്തേക്കുന്നത്. ഇച്ചിരി ഹൈനെക്ക് പോലെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കട്ടിങ് വന്നേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ മാത്രം ഞാൻ കൈക്കുഴി ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് വരച്ചിട്ട് ഒന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ബാക്കിൽ വെട്ടിയതിന് ശേഷം ആണ് ഞാൻ ഫ്രണ്ടിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി ഇവിടെ ചെയ്തിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തത്. ഇത് കോട്ടൻ്റെ ലൈനിങ് എടുത്തില്ല, കാരണം കോട്ടൻ്റെ എടുക്കുമ്പോൾ അത്യാവശ്യം ഒത്തിരിയും കൂടി നിഴലടിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ നെക്കും കൈക്കുഴിയൊക്കെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ മറിച്ചിട്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ക്യാൻവാസ് ഒന്നും വെച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്തത്. പിന്നെ ബാക്ക് നെക്കിൻ്റെ പുറകിലായിട്ട് ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. ഒരു 3.5 ഇഞ്ചിൻ്റെ ഒരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. ഇനി താഴത്തേക്കുള്ള സ്കേർട്ട് പോർഷൻ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു കരഭാഗം ഇടതുവശത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു കരഭാഗം വരുന്ന പോലെയാണ് ഇതുപോലെ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ താഴത്തെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ ഒരു 3 ഇരട്ടി തുണി എടുക്കുക കേട്ടോ. അത്യാവശ്യം പ്ലീറ്റ് വേണമെങ്കിൽ 3 ഇരട്ടി എടുക്കുക. ഞാനിവിടെ 2 ഇരട്ടിയാണ് പ്ലീറ്റ് എടുത്തേക്കുന്നത്. എനിക്ക് ഒരുപാട് പ്ലീറ്റ്സ് വേണ്ടാന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡിൽ ഷോൾഡറിൻ്റെ നേരെയായിട്ട് ഈ ഒരു കര വരുന്ന പോലെയാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് എക്സ്ട്രാ ഇത് വരുന്നതൊക്കെ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത്. ആദ്യം ബാക്ക് നെക്ക് മാത്രം, നെക്കിൻ്റെ അവിടുത്തെ ആ ഒരു ഓപ്പണിംഗ് ഇല്ലേ, അതും കൂടി മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് മറിച്ചെടുക്കുന്നുണ്ടായപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് ഇതുപോലെ തന്നെ മൊത്തത്തിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ ഷോൾഡർ ഇൻസീമായിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിലെ പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ മൊത്തത്തിൽ ആം ഹോളും ഷോൾഡറും നെക്കും എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ബാക്കിൽ നമ്മൾ നെക്കും ആ ഒരു ഓപ്പണിങ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, തിരിച്ചിട്ടിട്ടില്ല. ഫ്രണ്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ബാക്ക് നെക്ക് ഇതുപോലെ, നമ്മൾ നെക്ക് മാത്രമല്ലേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായുള്ളൂ, ഇതിൻ്റെ ഷോൾഡർ ഇതുപോലെ അകത്തേക്കാക്കിയിട്ട് നല്ല വശം വരുന്ന പോലെ ഇതുപോലെ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ അകത്തേക്കായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മറ്റേ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇൻസീമായിട്ട് ഷോൾഡറൊക്കെ അതിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണാതെ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കൈക്കൂടി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. കൈക്കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിൽ തട്ടാതെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലത്തെ പാർട്ട് ഇതുപോലെ അകത്തേക്കാക്കി വെച്ചിട്ട് ഇതുപോലെ ബാക്കിൻ്റെ കൈക്കൂടിയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് അകത്ത് നല്ല നീറ്റായിട്ട് കിട്ടും. നമ്മുടെ ടോപ്പ് പാർട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒന്ന് നന്നായിട്ട് തേച്ചിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സ്കേർട്ടിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിലും ഞാൻ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഈ മെയിൻ ക്ലോത്തായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ടോപ്പിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസും പ്ലീറ്റ്സ് ഇട്ട് സെയിം ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിലും പ്ലീറ്റ്സ് ഇട്ടിട്ട് ബാക്ക് പാർട്ടിലേക്കും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അളവിൻ്റെ അനുസരിച്ച് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ വേസ്റ്റിൻ്റെ അവിടെ, അതായത് യോക്ക് കഴിഞ്ഞിട്ടൊരു 2.5 ഇഞ്ച് വരെയാണ് ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം മെയിൻ ക്ലോത്ത് മാത്രം ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. മെയിൻ ക്ലോത്ത് ഫുൾ ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അകത്തേക്കാക്കി വെച്ചിട്ട് ലൈനിങ് മാത്രം ഇതുപോലെ എടുത്തിട്ട് ലൈനിങ് ഇതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൽ തട്ടാതെ ഇതുപോലെ തന്നെ എടുത്തിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ടാവും. അപ്പം ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവുകയെന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ആ ചെസ്റ്റിൽ വന്നേക്കുന്ന കരഭാഗം കൂടി സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായെന്ന് എനിക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്, ട്യൂട്ടോറിയൽ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.